ഇന്ന് രാവിലെ ആഹാരം പോലും കഴിക്കാണ്ട് ഉച്ചയ്ക്ക് ഒരു അമ്പലത്തിലെ നിവേദ്യ ചോറും ആണ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ ഓടി കടന്ന് നമ്മൾ എത്താൻ പറ്റുന്നിടത്തൊക്കെ ഓടി എത്തുന്നത്. ആ കയറാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഇലക്ട്രിസിറ്റിയും കൂടെ ഇല്ലാതെയായിപ്പോയി. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ചെറിയൊരു പെട്ടുപോയിട്ട് അരുവിക്കരയിൽ തീ പാറുന്ന പ്രചരണ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അരുവിക്കരയിലെ NDA സ്ഥാനാർത്ഥി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. വിവേക് ഗോപനാണ് നമുക്കൊപ്പം ചേരുന്നത്. എങ്ങനെ പോകുന്നു പ്രചരണ പരിപാടി? വളരെ മനോഹരമായിട്ട് പോകുന്നുണ്ട്, വളരെ ശക്തിയായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ജനങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം എല്ലാ മേഖലയിലും ഈ പറഞ്ഞ നമുക്ക് ഏറ്റവും അവസാനം അനൗൺസ് ചെയ്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് അരുവിക്കര. അപ്പം വളരെ ഈ പറഞ്ഞ പോലെ അഹോരാത്രം പണിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും എന്നാലും എത്തിക്കയറാൻ പാടാണ്. എന്നാലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഓടി എത്തുന്നുണ്ട്. ഇന്ന് രാവിലെ ആഹാരം പോലും കഴിക്കാണ്ട് ഉച്ചയ്ക്ക് ഒരു അമ്പലത്തിലെ നിവേദ്യ ചോറും ആണ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ ഓടി കടന്ന് നമ്മൾ എത്താൻ പറ്റുന്നിടത്തൊക്കെ ഓടി എത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനം നാമനിർദ്ദേശ പത്രിക നൽകിയ ഒരാളായിരിക്കും താങ്കളെന്ന്. കാരണം 10 മിനിറ്റ് മുമ്പേ ആണ് എല്ലാ നടപടികളും പൂർത്തിയാക്കി ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിലേക്ക് കടന്നിരിക്കുന്നത്. ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്? അവസാന നിമിഷത്തിൽ ആ കയറാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഇലക്ട്രിസിറ്റിയും കൂടെ ഇല്ലാതെയായിപ്പോയി. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ചെറിയൊരു പെട്ടുപോയിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാം ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു. ഇപ്പം മണ്ഡലത്തിൽ ആളുകളെ കാണുന്നു, ഓരോ പ്രദേശത്ത് പോകുന്നു. എന്താണ് അവർക്ക് ഒരാവശ്യപ്പെടുന്നത്? അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്താണ് സ്ഥാനാർത്ഥിയോട്? ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ ഇല്ലാത്തൊരു മണ്ഡലമാണ് ഇപ്പം. കാരണം നമുക്ക് ഒത്തിരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തന്നെ ഇവിടെ നല്ല ശക്തമായിട്ടുള്ള നിലയിലല്ല വർക്ക് ചെയ്യുന്നത്. പലയിടത്തും ആംബുലൻസ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. അതുപോലെ കിടത്തി ചികിത്സിക്കാൻ അവസ്ഥയില്ല. പിന്നെ പല ഉള്ളിലോട്ടുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ സെറ്റിൽമെൻറ്റ് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ വന്യജീവികളുടെ സങ്കേതമാണ്. അവിടെ വന്യമൃഗങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള ശല്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അംഗനവാടികൾ തന്നെ വളരെ ശോചനീയ അവസ്ഥയിലാണ് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിപ്പം നമ്മൾ നിൽക്കുന്നത് പൂവച്ചലിലാണ്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാള് ഒരുപാട് വർഷങ്ങളായിട്ട് അത് പൊളിച്ചിട്ടിരിക്കുകയാണ്. അത് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനോ ഇവിടെ സിറ്റിംഗ് MLA ഭരണാധികാരികളോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൂവച്ചൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അത് പൂവച്ചൽ ഖാദർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പണിയാനായിട്ട് കമ്പിവേലികളൊക്കെ കെട്ടി നിർത്തിയതല്ലാതെ വേറെ ഒരു മുന്നോട്ടുള്ള പരിപാടികൾക്കും ഇവിടെ സിറ്റിംഗ് MLA ഭരണാധികാരികളോ താല്പര്യപ്പെട്ടിട്ടുമില്ല, മുൻപോട്ട് നീങ്ങിയിട്ടുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മളെ അരുവിക്കര ഇവിടെ നിന്നാണ് ജലസ്രോതസ് ബാക്കിയുള്ള നഗരത്തിലേക്കുള്ള പല സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നത്. പക്ഷേ അരുവിക്കരയിലെ ജനങ്ങൾ ഇന്നും കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഈ കാണുന്ന റോഡുകളൊക്കെ ഓക്കെയാണ്. പക്ഷേ കുറച്ച് ഉള്ളിലോട്ടൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയിലാണ്. നമുക്ക് മഴ സമയം കൂടെ ആയിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാനോ അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ട് വരാനോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രയാസപ്പെട്ട ഒരു മേഖലയിലൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ പല വീടുകളിലേക്കും നമ്മൾ റോഡിൽ നിന്ന് പൈപ്പ് ലൈൻ വീടുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അത് പകുതി വെച്ച് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. പിന്നെ അങ്ങോട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായിട്ട് തന്നെ നിലനിൽക്കുന്നൊരു മണ്ഡലമാണ്. അപ്പം അതിനെയൊക്കെ പരിഹരിച്ച് മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായി മണ്ഡലത്തിൽ നടപ്പിലാക്കാത്ത വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവിടെ ഇടതുമുന്നണി നടപ്പിലാക്കിയെന്നാണ് സ്ഥാനാർത്ഥി ഒപ്പം തന്നെ ഇടതുമുന്നണിയൊക്കെ അവകാശപ്പെടുന്നത്. താങ്കൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് തോന്നുന്നത്? ഇതൊക്കെ ആ സമയത്ത് ഒരു വന്ന് തന്നിട്ട് പോയ വാഗ്ദാനങ്ങളാണ്. പക്ഷെ ഇതൊന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നടപ്പിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടതുമുന്നണി വോട്ട് പിടിച്ച് ജയിക്കേണ്ട ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. അത് അവർക്ക് ഓപ്പോസിറ്റായിട്ടാണ് പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അവർ ഈ പറഞ്ഞ പോലെ ഒരു പദ്ധതികളും നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ നടപ്പിലാക്കിയ പദ്ധതികളൊക്കെ തന്നെ ഈ പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന വഴി നടപ്പിലാക്കിയ പല പദ്ധതികളുമുണ്ട്. റോഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അതുപോലെ തന്നെ ജൽ ജീവൻ മിഷൻ, നമ്മൾ പ്രധാനമന്ത്രിയുടെ ജൽ ജീവൻ മിഷൻ അനുവദിച്ചിട്ട് പോലും വീടുകളിലേക്ക് എത്താതെ വികസനത്തിൻ്റെ ഇതിൽ തൊട്ട് തീണ്ടാതെ നിൽക്കുന്ന പല ഇതുമുണ്ട്. അപ്പം സിറ്റിംഗ് MLA ഇവിടെ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയിപ്പം പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ വന്ന് വോട്ട് ചെയ്താൽ ഇത് തരാം, അല്ലെങ്കിൽ വോട്ട് ചെയ്ത് നിങ്ങളുടെ ഒരു വോട്ടിന് നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പോവാം എന്നുള്ള സംഭവങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. കാരണം ജനങ്ങൾ ഇനി വാഗ്ദാനത്തിലല്ല വിശ്വസിക്കുന്നത്. അവർ ചെയ്ത് കാണിക്കുന്ന വികസനം കൊണ്ടുവരുന്ന പാർട്ടിയിലേക്കാണ് അവരുടെ വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ വികസിത കേരളം എന്നുള്ളത് വാക്കിലല്ല, അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന പാർട്ടിയാണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു.
ഇപ്പം ഇടതുമുന്നണി സ്ഥാനാർത്ഥി സ്റ്റീഫൻ ആണെങ്കിലും ഒപ്പം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി VS ശിവകുമാറിനായാലും ഒക്കെ അപരന്മാരുണ്ട്, കൃത്യമായ അതേ പേരിൽ തന്നെ അപരന്മാരുണ്ട്. അപ്പോൾ അപരന്മാരില്ലാത്തത് ഒരു ആശ്വാസമാണോ? അങ്ങനെ അപരന്മാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നുള്ളതിൽ ഞാനത് വിശ്വസിക്കുന്നില്ല. ആശ്വാസം എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ മത്സരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും താമര അടയാളത്തിൽ ഇനി എന്തൊക്കെ വന്നാലും ആ ഒരു അടയാളത്തിൽ ഒരു അപരനെ വെക്കാൻ പറ്റില്ല. ക്യാമറാമാൻ കണ്ണൻ തിരുമലയ്ക്കൊപ്പം രജീഷ് നരിക്കുനി, മീഡിയ 1 തിരുവനന്തപുരം.